എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഞാനേ PSCയുടെ മെയിൻ ലിസ്റ്റിൽ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്ന്. കാരണം വേറെ ഒന്നല്ല, എന്നെക്കാട്ടും കൂടുതൽ ബുദ്ധിമുട്ടി പഠിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മളുടെ എക്സാം എഴുതുന്ന ദിവസത്തെ ആ ഒരു സമയമുണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ നേരത്തെ നമ്മളുടെ ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ പഠിച്ച് പോയാലും ആ സമയത്ത് നമ്മളുടെ ആ ഒരു സമയം അതിൻ്റെ ഒരു വില അതുണ്ട്. കാരണം ആ സമയത്ത് ടെൻഷൻ അടിച്ചാൽ നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എക്സാം. അപ്പോൾ നമ്മളിതൊക്കെ മുൻകൂട്ടി കണ്ട് കുറച്ചൊക്കെ ഒന്നൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം ഹാളിൽ ഇരുന്നാൽ തന്നെ നമുക്ക് പഠിച്ചതൊക്കെ നന്നായിട്ട് പേപ്പറിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ PSCക്ക് പഠിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് സ്കൂൾ ടെക്സ്റ്റ് ഒന്നും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അടുത്തുള്ളത് ഈ റാങ്ക് മേക്കറിൻ്റെ സുജേഷ് പുറക്കാട് സാറിൻ്റെ ബുക്കാണ് കേട്ടോ. ഇതെനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് പഠിക്കേണ്ട പോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുസ്തകത്തിൽ ഇങ്ങനെയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു പാരാഗ്രാഫ് പഠിക്കേണ്ട പോലെ ഇത് പഠിക്കേണ്ട. അപ്പോൾ നമുക്ക് എളുപ്പം ഇങ്ങനെ പഠിച്ചെടുക്കാൻ കിട്ടും. പിന്നെ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ പാഠഭാഗത്തിൻ്റെയും മറ്റേ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കില്ലേ, അപ്പോൾ അത് എടുത്തിട്ട് അതിങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും കേട്ടോ സൈറ്റിൽ നിന്നൊക്കെ. അപ്പോൾ അത് എടുത്തിട്ട് നമ്മളെ കയ്യിലില്ലാത്ത ഭാഗങ്ങളും അതിൽ എക്സ്ട്രാ ആയിട്ടുണ്ടാവുന്ന ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒരു നോട്ടിൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ എഴുതി വെക്കും കേട്ടോ. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കഴിഞ്ഞ് ഇതൊക്കെ എഴുതി വെച്ചതൊക്കെ ഒന്നും കൂടി പഠിക്കും. പിന്നെ ഇതൊക്കെ എൻ്റെ നോട്ടുകളാണ്. പിന്നീട് ഞാൻ അധികവും പഠിക്കുന്നത് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ നോട്ടുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ തൃപ്തി ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ നോട്ടുകൾ പഠിക്കുമ്പോഴാണ്. ഇപ്പോൾ റാങ്ക് ഫയൽ എന്നൊരു സാധനത്തിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതേപോലെ പടങ്ങളൊക്കെ വരച്ച് അത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് റിവിഷൻ ചെയ്യുന്നതുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.